ശക്തമായ കാറ്റിലും മഴയിലും വരവൂരിൽ വൻ കൃഷിനാശം. നീർക്കോലിമുക്കിലെ വാഴത്തോട്ടത്തിലെ 400 നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണു. ആവശ്ശേരി വീട്ടിൽ വിജയകുമാറിന്റെ വാഴത്തോട്ടത്തിലാണ് വ്യാപക നാശനഷ്ടമുണ്ടായത്. കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിലും കാറ്റിലും 400 ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണു. ഓണത്തിന് വിളവെടുക്കാനുള്ള വാഴകളാണ് നശിച്ചത്. പ്രവാസിയായിരുന്ന വിജയകുമാർ 15 വർഷം മുമ്പാണ് നാട്ടിൽ സ്ഥിരതാമസമാക്കിയത്. ഇതിനുശേഷം പ്രധാന വരുമാനമാർഗം വാഴകൃഷിയാണ്. ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നതിനാൽ മികച്ച വിളവാണ് ലഭിക്കാറുള്ളത്. 1500 രൂപ വിലയ്ക്കാണ് ഓണക്കുലകൾ വിൽക്കാറുള്ളതെന്നും ഏകദേശം 3.5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായും വിജയകുമാർ പറയുന്നു. ഇതിപ്പോൾ ഇന്നലെ ഉണ്ടായ വാഴയുടെ നാശനഷ്ടമാണ്. ഓണത്തിന് നല്ല പ്രതീക്ഷ വെച്ചിട്ടുള്ളതാണ്. നല്ല വാഴ ഉണ്ടായിരുന്നു, നല്ല ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു 1000-1100 റുപ്യക്ക് വിലയ്ക്ക് വെച്ച് വിൽക്കുന്ന അതാണിത്. ഒരു 10-400 വാഴ ഉണ്ട് ഇതിൽ. അതൊക്കെ നശിച്ചു പോയത്. എന്താ ചെയ്യാമെന്ന് എനിക്കറിയാത്തൊരവസ്ഥയാണ്. അത് കുറേ കടങ്ങളും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്ഥലം പാട്ടത്തിനെടുത്തും ചിലവിന് വരുന്ന തുക വായ്പയെടുത്തുമാണ് വിജയകുമാർ കൃഷി ചെയ്യുന്നത്. കൃഷിഭവനുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബാബു അറിയിച്ചു. കാർഷിക രംഗത്ത് ഇവിടെയും മലപ്പുറത്തുമൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കനത്ത നഷ്ടമാണ്. ബാങ്കിൽ നിന്നെല്ലാം വായ്പ എടുത്താണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ നഷ്ടമുണ്ടായത് വലിയ ഒരു മഹാനഷ്ടമായിട്ടാണ് നിൽക്കുന്നത്. സർക്കാരിനെ ശ്രദ്ധപ്പെടുത്തി കാലത്ത് തന്നെ കൃഷി ഓഫീസറെയും ഒക്കെ സ്ഥലം സന്ദർശിച്ച് അതിൻ്റെ റിപ്പോർട്ടാക്കി കൊടുക്കാൻ അടിയന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി കിട്ടാവുന്ന സഹായങ്ങൾ വാങ്ങിക്കൊടുക്കാനുള്ള ഒരു നിലപാട് സ്വീകരിക്കും. എന്തായാലും വരവൂരിലെ കർഷകരെ സംബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വളരെ ദുരിതപൂർണമായ ഒന്നാണ്. പഞ്ചായത്ത് അംഗങ്ങളായ കെ ജിഷ, വി കെ സേതുമാധവൻ, കൃഷി അസിസ്റ്റന്റുമാരായ പി രജനി, കെ എച്ച് ഹരിപ്രിയ എന്നിവർ തോട്ടത്തിൽ സന്ദർശനം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കി.